സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നിങ്ങളെ ഒരിക്കൽ കൂടി യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ആമേൻ ആമേൻ. ഞാനൊരു മർക്കോസിന് സുവിശേഷം 5-ാം അധ്യായം 1-ാം വാക്യം ആ വചനത്തിലൂടെ ഈ സന്ദേശം നിങ്ങൾക്ക് കൈമാറുകയാണ്. ആമേൻ. അവൻ കടലിൻ്റെ അക്കരെ ഗദരദേശത്ത് എത്തി. പടകിൽ നിന്നും ഇറങ്ങിയ ഉടനെ അശുദ്ധാത്മാവുള്ളൊരു മനുഷ്യൻ കല്ലറകളിൽ നിന്ന് വന്ന് അവനെ എതിരേറ്റു. ആമേൻ. അശുദ്ധാത്മാവുള്ളൊരു മനുഷ്യൻ കല്ലറകളിൽ നിന്ന് അവനെ എതിരേറ്റു. യേശു കർത്താവ് ഗദരദേശം എന്നുള്ള ദേശത്ത് കടലിനക്കരെ എത്തിയപ്പോൾ കല്ലറകളിൽ നിന്ന് അശുദ്ധാത്മാവുള്ളൊരു മനുഷ്യൻ വന്ന് യേശുവിനെ എതിരേറ്റു. അതായത് ഒരാളുടെ മേത്ത് 2000 ഭൂതം കയറിയിരിക്കുന്നതാണ് അവിടെ പറഞ്ഞത്. ഈ 2000 ഭൂതം ബാധിച്ച ഈ വ്യക്തിയെ ആ നാട്ടുകാർക്ക് വലിയ ഉപദ്രവമായതുകൊണ്ട് അതിനെ ശവക്കോട്ടയിലാണ് ചങ്ങലയാൽ ബന്ധിച്ചിരിക്കുന്നത്. കാരണം അവൻ ചങ്ങലയാൽ ബന്ധിച്ചിട്ട് പോലും അനേകർക്ക് വഴി നടക്കുവാൻ പറ്റാത്ത രീതിയിൽ അവൻ സ്വയം മുറിവേൽപ്പിക്കുന്നു, മറ്റുള്ളവരെ മുറിവേൽപ്പിക്കുന്നു. അതുകൊണ്ട് അവനെ ശവക്കോട്ടയിലാണ് ബന്ധിച്ചിരിക്കുന്നത്. പക്ഷേ യേശു ആ ദേശത്ത് ചെന്നിട്ടില്ല. യേശു കർത്താവ് ഗദരദേശത്ത് കാല് കുത്തിയപ്പോൾ തന്നെ അവൻ ഓടി വരുവാനിടയും. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ സഹോദരങ്ങളെ, ഈ ദുർഭൂതങ്ങളെക്കുറിച്ചും ഈ ഭൂതബാധകളെക്കുറിച്ചൊക്കെ ഒരു അറിവ് നിങ്ങൾക്ക് തരുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾക്ക് പലർക്കും അനുഭവം ഉണ്ടായേക്കാണും. നിങ്ങളുടെ മുറിക്കകത്തൊക്കെ രാത്രിയുടെ സമയങ്ങളിൽ ഈ ബാധ ഉപദ്രവമുള്ളവരുടെ മുറിക്കകത്തൊക്കെ സ്മെല്ലുകൾ വരുവാനിടയായിത്തീരും. സ്മെല്ലുകൾ എന്ന് പറഞ്ഞാൽ ചില സമയത്ത് ഈ മുട്ടനാടിൻ്റെ മണം, ചില സമയത്ത് ചന്ദനത്തിരിയുടെ, ചിലപ്പോൾ പുകയിലയുടെ മണം, ബീഡിയുടെ മണം, പെർഫ്യൂമിൻ്റെ മണം, അതുപോലെ ചില പൂക്കളുടെ മണം, അങ്ങനെ ചില മ്ലേച്ഛമായ അങ്ങനെ ഒത്തിരി മണങ്ങളിലൂടെ ഈ പൈശാചിക സാന്നിധ്യങ്ങൾ വരുമ്പോൾ അനുഭവിക്കുവാനിടയായി. അപ്പം ഈ ശക്തികളെ നേരിടണമെങ്കിൽ വേറൊരു കാഴ്ച, നേർച്ച, വഴിപാടുകൾ ചെയ്താൽ ഇവൻ പോകില്ല. ഇവനെ നമ്മൾക്ക് ഡയറക്റ്റായി യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇതിനെ പുറത്താക്കാം. കാരണം വചനം പറയുന്നു, മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: വിശ്വസിക്കുകയും സ്നാനം ഏൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, ഇല്ലാത്തവൻ ശിക്ഷാവിധിയിലാക്കപ്പെടും. നിങ്ങൾ എൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കും. അപ്പോൾ അങ്ങനെയെങ്കിൽ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ എന്ന് ഉച്ചരിക്കുമ്പോൾ നീ എന്നല്ല പറഞ്ഞേക്കുന്നത്, അവൻ എന്നല്ല എഴുതിയിരിക്കുന്നത്. നിങ്ങൾ എൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കും എന്ന് പറയുമ്പോൾ നമ്മളുടെ ഭവനത്തിനകത്തും നമ്മുടെ ശരീരത്തിലും ഭൂത ഉപദ്രവങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ പുറത്താക്കി കളയുവാൻ ഒരു പാസ്റ്ററുടെയോ അല്ലെങ്കിൽ ഒരു ബ്രദർമാരുടെയോ സഹായം ആവശ്യമില്ല. കാരണം ഈ വചനത്തിൽ വിശ്വസിക്കുകയും സ്നാനം ഏൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. നിങ്ങൾ എൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കും, രോഗികളെ സൗഖ്യമാക്കും. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ ഈ വചനത്തിൽ വിശ്വസിച്ചിട്ട് ഈ വചനം ഞാൻ വിശ്വസിക്കുന്നു കർത്താവേ, ഈ വചനം ഞാൻ അതേപോലെ ഉൾക്കൊള്ളുന്നു കർത്താവേ, നീ പറഞ്ഞല്ലോ വിശ്വസിക്കുകയും സ്നാനം ഏൽക്കുകയും ചെയ്യുന്നത് രക്ഷിക്കപ്പെടും, ഇല്ലാത്ത ശിക്ഷാവിധിയിലാക്കപ്പെടും. നിങ്ങൾ എൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുമെന്ന്. അങ്ങനെയെങ്കിൽ യേശുവേ, ഞാനിപ്പോൾ വിശ്വസിച്ചിരിക്കുന്നു, ഞാൻ നിൻ്റെ പാതയിൽ നടക്കുന്നു, ഞാൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു, എനിക്ക് പാപം വേണ്ട കർത്താവേ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ മതി. ഈ ആത്മാവിനെ പ്രാപിച്ച് നിങ്ങൾ സ്നാനം സ്വീകരിച്ച് യോഹന്നാൻ്റെ കരുത്തിൻ കീഴിൽ ജോർദാൻ നദിയിൽ യേശു കർത്താവ് സ്നാനം സ്വീകരിച്ച്
കയറിയപ്പോൾ പരിശുദ്ധാത്മാവ് പ്രാവുന്ന പോലെ യേശു കർത്താവിൻ്റെ മേൽ ഇറങ്ങി വന്നതുപോലെ ഇന്നും ഈ സ്നാനം സ്വീകരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുവാനിടയായിത്തീരും. ഈ പരിശുദ്ധാത്മാവ് വരാതിരിക്കത്തില്ല. കാരണം ഏൽക്കേണ്ട രീതിയിൽ സ്നാനമേറ്റാൽ, വിശ്വസിക്കേണ്ട രീതിയിൽ വിശ്വസിച്ചാൽ, കൈക്കൊള്ളേണ്ട രീതിയിൽ കൈക്കൊണ്ടാൽ പരിശുദ്ധാത്മാവ് വരിക തന്നെ ചെയ്യും. ഒരു സംശയവുമില്ല. കാരണം ഇത് കാശ് കൊടുത്താൽ ലഭിക്കുന്നതല്ല, വിശ്വസിച്ചാൽ മാത്രം ലഭിക്കുന്ന സാധനമാണ് പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വന്നു കഴിയുമ്പോൾ നിനക്ക് ഭൂതങ്ങളെ ശാസിക്കുവാൻ ആരുടെയും സഹായം വേണ്ട. അതുകൊണ്ട് പറയട്ടെ സഹോദരങ്ങളെ, നിങ്ങൾ യേശുവിനെ കൈക്കൊണ്ടവരാണെങ്കിൽ രാത്രി പുറത്തിറങ്ങുവാൻ പേടിക്കേണ്ട, പകലിറങ്ങാൻ പേടിക്കേണ്ട, ഇരുട്ടുള്ള മുറികളിൽ ഇരിക്കുവാൻ പേടിക്കേണ്ട. കാരണം യേശുവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ മുമ്പിൽ പിശാച് അടിയറ വെക്കും. യേശു കർത്താവ് ഗദരദേശത്ത് കാലുകുത്തിയപ്പോൾ ദുരാത്മാക്കൾ ഓടി വന്ന് കീഴടങ്ങിയെന്ന്. അങ്ങനെയെങ്കിൽ നാം ഓരോരുത്തരും ക്രിസ്തുവിലായിരിക്കുന്നെങ്കിൽ, നാം ഓരോരുത്തരും ക്രിസ്തുവിലാണെങ്കിൽ, നിങ്ങൾ പട്ടണത്തിൽ ചെല്ലുമ്പോൾ, നിങ്ങളേത് ദേശത്ത് ചെല്ലുമ്പോൾ, ഒരു ഗ്രാമത്തിൽ ചെല്ലുമ്പോൾ അവിടെയുള്ള ദുർഭൂത ശക്തികൾ നിന്നെ കാണുമ്പോൾ ഭയക്കും. മറിച്ച് അങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ ഭയക്കരുത്. നിങ്ങൾ വരുന്നെന്ന് കേൾക്കുമ്പോഴേ അവൻ ഭയക്കും. അത്യുന്നതനായ ദൈവത്തിൻ്റെ പുത്രനായ യേശുവേ, സമയത്തിന് മുന്നേ എന്തിന് എൻ്റെ കാര്യത്തിൽ ഇടപെടുന്നു എന്ന് ചോദിച്ച് അലറിയ ദുഷ്ടപിശാചിന് നിങ്ങളുടെ പേര് കേൾക്കുമ്പോഴേ അറിയാം അവന് ഇറങ്ങിപ്പോണമെന്ന്. ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ പല സ്ഥലങ്ങളിൽ കടന്നു ചെല്ലുമ്പോൾ ഞങ്ങൾ കണ്ടിട്ടുള്ള അനുഭവങ്ങൾ പറയാം. പ്രാർത്ഥിക്കേണ്ട, ഞാൻ പൊയ്ക്കോളാം. എൻ്റെ വീട്ടിൽ, ഞാൻ കളമശ്ശേരി താമസിക്കുമ്പോൾ എൻ്റെ വീട്ടിൽ പ്രാർത്ഥിക്കുവാനായി 2 സഹോദരികളെ വരുവാനിടയായി. അവർ വൈറ്റിലിൽ നിന്ന് ബസ് കയറുമ്പോഴേ ആ സഹോദരിക്ക് വരുവാൻ പറ്റാത്ത രീതിയിൽ വയറുവേദന, തലവേദന, നെഞ്ചുവേദന, തലകറക്കം, വിവിധ ബുദ്ധിമുട്ടുകളാൽ ഭാരപ്പെട്ടു. എന്നെ വിളിച്ചു, പാസ്റ്റർ എന്ത് ചെയ്യണം? ഞങ്ങളൊന്നും പേടിക്കേണ്ട, അവരോട് വരുവാൻ പറയുക. ഒരു കണക്കിന് ആ സഹോദരിയെ വീട്ടിൽ കൊണ്ടുവന്നു. 2-3 വാക്കുകൾ സംസാരിച്ചു. ഞാൻ പറഞ്ഞു, വാ സഹോദരി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ആ സെക്കൻഡിൽ അവരിലിരിക്കുന്ന ദുർഭൂതം പറയുകയാണ്, വേണ്ട ഞാൻ പൊയ്ക്കോളാം എന്ന് പറഞ്ഞു. ആ മതിൽമേട് ഊർന്നിറങ്ങി തറയിൽ ഉരുണ്ട് വീണ് ആ സാധനം വിട്ടുപോയി. ആമേൻ. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളോട് പറയണത്, ഈ ശക്തിയെ നിങ്ങൾ പേടിക്കരുത്. ഈ ശക്തി ഈ മരിച്ചവരുടെയും ജീവിച്ചിരിക്കുന്നവരുടെയും വേഷത്തിൽ പ്രത്യക്ഷപ്പെട്ടും സ്വപ്നത്തിലും, അതല്ല എങ്കിൽ വല്ല പറമ്പുകളിലൊക്കെ മരിച്ചവരുടെ രൂപത്തിൽ വന്ന് നിൽക്കണമായിട്ട് നിങ്ങൾക്ക് തോന്നും. നിങ്ങൾ ഭയപ്പെടും. നിങ്ങളുടെ അകത്ത് ഈ സാധനം കയറും. ഈ പിശാചി എന്ന് പറയുന്ന സാധനം ഭയത്തിലൂടെ അകത്ത് കയറി കൂടിയാൽ പിന്നെ അവൻ നമ്മളെ രോഗിയാക്കും. ഷുഗർ, പ്രഷർ, കൊളസ്ട്രോള്, നിരാശ, നീർക്കെട്ട്, നടുവിലക്കം, വയറുവേദന, നെഞ്ചുവേദന, ശ്വാസം മുട്ട്, ആസ്മയൊക്കെ ഇതിൻ്റെ മെയിൻ സാധനമാണ്. അപ്പോൾ ഇങ്ങനെ വാഴക്കൈ ആടുമ്പോൾ അവിടെ ഒരാൾ നിൽക്കുന്ന പോലെ തോന്നും, ഇവിടെ ആൾ നിൽക്കുന്ന പോലെ തോന്നും. ഇതെല്ലാം പിശാചിൻ്റെ തന്ത്രമാണ്. കള്ളൻ വരുന്നത് അറക്കുവാനും മുടിക്കുവാനും മോഷ്ടിപ്പാനും മാത്രമേ. ഞാൻ പറഞ്ഞതിൻ്റെ സാരം ഇത്രേ ഉള്ളൂ. നിങ്ങൾ ഒരു മരിച്ച വ്യക്തിയെ സ്വപ്നം കാണുന്നെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ആ സ്വപ്നത്തെ ശാസിക്കുക. നിങ്ങൾ പറമ്പിൽ രാത്രിയോ എപ്പോഴെങ്കിലും മരിച്ച ആളുടെ രൂപം പോലെ മുറിയിലോ അപ്പുറത്തോ ഇപ്പുറത്തോ കാണുന്നെങ്കിൽ നിങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ശാസിക്കുക. മറിച്ച് നിങ്ങൾ ഭയപ്പെടരുത്. യേശു കർത്താവ് ശിഷ്യന്മാരോട് അനേക പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞ വാക്യമാണ്, ഭയപ്പെടരുത്, ഭയപ്പെടരുത്, ഭയപ്പെടരുത്. ഭയപ്പെട്ടാൽ ഈ പൈശാചിക ശക്തി നിങ്ങളുടെ അകത്ത് കയറി കൂടിയാൽ പിന്നെ അതിന് മരുന്ന് കൊണ്ട് കളയുവാൻ സാധ്യമല്ല. അത് മരുന്ന് കൊണ്ട് പോകത്തില്ല. അത് യേശു കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവെന്ന തീ ഇറങ്ങുന്ന, ആ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഇറങ്ങുന്ന പ്രാർത്ഥനയിലൂടെ പരിശുദ്ധാത്മാവ് സ്വർഗത്തെ ചലിപ്പിക്കുന്ന ആ പ്രാർത്ഥിക്കുന്ന വ്യക്തികൾ, ആ പ്രാർത്ഥിക്കുമ്പോൾ സാന്നിധ്യം ഇറങ്ങുന്ന വ്യക്തികൾ പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ അത് പോകുകയുള്ളൂ.
കാരണം എല്ലാവർക്കും പ്രാർത്ഥിക്കുവാൻ സ്വാതന്ത്ര്യമുണ്ട്, എല്ലാവർക്കും പ്രാർത്ഥിക്കാനുള്ള അതോറിറ്റിയുമുണ്ട്. പക്ഷേ വിശുദ്ധിയിലും വേർപാടിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് കീഴ്പ്പെട്ട് നമ്മൾ ലോകത്തിൻ്റെ പാപത്തിന് അടിമപ്പെടാതെ, അവൻ്റെ അടിമനുഖത്തിൽ കുടുങ്ങിപ്പോകാതെ, അവനെ നമ്മൾ ഏത് നേരവും തിരിച്ചറിഞ്ഞ് അവനെ ശാസിച്ച് യേശുവിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനിപ്പോൾ ഇതിന് കൽപ്പിക്കുന്നു, ദുഷ്ടപിശാച് വിട്ടുപോ എന്ന് പറയുമ്പോൾ അവൻ പോവുക തന്നെ ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ പറയട്ടെ, നിങ്ങൾ ഭയപ്പെടരുത്. എവിടെയെങ്കിലും നിങ്ങൾ ഇങ്ങനെ കണ്ടാൽ, ഞാൻ ഒത്തിരി പേരോട് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്, ടെസ്റ്റ് മണി പറഞ്ഞിട്ടുണ്ട്. കാരണം ഞാനത് എനിക്ക് പേര് പറയുവാൻ എനിക്ക് മടിയുള്ളതുകൊണ്ട് പറയുന്നില്ല. പല വ്യക്തികളും ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ ഒരു ഹോമിയോ ക്ലിനിക്കിൽ ഞാനൊരു ആവശ്യത്തിന് അയച്ചെന്നപ്പോൾ അവിടെ ഒരു സഹോദരി ഇരിക്കുന്നു. ആ സഹോദരിയുടെ നെഞ്ചിനകത്തൊരു ഭാരം പരിശുദ്ധാത്മാവ് എന്നെ അറിയിച്ചു. അതെനിക്കറിയാം, അതൊരു പൈശാചിക ശക്തിയാണെന്ന്. കാരണം 25 വർഷമായി ഞാൻ ഈ മേഖലയിൽ കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് ഞാൻ പറഞ്ഞു, സഹോദരി, നിങ്ങളുടെ നെഞ്ചിനകത്ത് ഇന്ന മേഖലകൾ, ഇന്ന സ്ഥലങ്ങൾ, ഇന്ന പ്രയാസമില്ലേ എന്ന് ചോദിച്ചു. അവർ പറഞ്ഞു അതേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സഹോദരി, നിങ്ങൾക്ക് ഭയമില്ലേ? നിങ്ങളുടെ വീടിനകത്ത് മരിച്ച വ്യക്തിയെ നിങ്ങൾ കാണുന്നില്ലേ? അവർ പറഞ്ഞു അതേ. നിങ്ങൾ ആരാണ്? എനിക്ക് നിങ്ങൾ മനസ്സിലായി, നിങ്ങൾ സത്യമാണ് പറഞ്ഞത്. എൻ്റെ അപ്പൂപ്പൻ മരിച്ചിട്ട് കസാരയിൽ വന്നിരിക്കുന്നതായിട്ട് ഞാൻ എല്ലാ ദിവസവും കാണും. ഞാൻ ഉറങ്ങാറില്ല, ഞാൻ ഭാരത്തിലാണ്. ഇതെങ്ങനെ കളയുമെന്ന് ചോദിച്ചു. 2 മിനിറ്റ് പോലും സമയമെടുത്തില്ല. ഞാൻ പറഞ്ഞ, സഹോദരി, നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ണടക്കുക, ഞാനൊന്ന് പ്രാർത്ഥിക്കാം. ആ ക്ലിനിക്കിൽ വെച്ച് തന്നെ പരസ്യമായി ഒരു ലജ്ജയും കൂടാതെ യേശുവിൻ്റെ നാമത്തിൽ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചു. വിത്തിൻ 2 മിനിറ്റ് പോലും തികഞ്ഞില്ല. ആ സ്പിരിറ്റ് അവരുള്ളിൽ കയറിക്കൂടിയ ആ ചെകുത്താൻ, ആ ബാധ അവരുടെ ശരീരം വിട്ട് പുറത്തു പോയി. ഞാൻ നിങ്ങളോട് പറയട്ടെ സഹോദരങ്ങളെ, നിങ്ങൾ വിശ്വസിക്കുക, വിശ്വസിച്ച് ഏറ്റെടുക്കുക, യേശുവിൻ്റെ വചനം മുറുകെ പിടിക്കുക. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ തലയൊക്കെ വെച്ച് പ്രാർത്ഥിക്കുക. ഭവനത്തിനകത്ത് രോഗം വന്നാലും ധൈര്യമായിട്ട് പ്രാർത്ഥിക്കുക. ഈ ലൂക്കോസിലെ സുവിശേഷത്തിൽ പറഞ്ഞത്, സാത്താൻ മിന്നൽ പോലെ വെട്ടുകൊണ്ട് താഴേക്ക് വീഴുന്നത് ഞാൻ കണ്ടു. പാമ്പുകളെയും തേളുകളെയും ദുഷ്ടന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു. യേശു കർത്താവ് പറയുകയാണ്, നിങ്ങൾ പോയി ചവിട്ടിക്കോ, ഞാൻ നിങ്ങൾക്ക് യേശു അധികാരം തന്നാൽ ധൈര്യമായിട്ട് പോകാം. കാരണം യേശു നമ്മുടെ പുറകിലുണ്ട്. ഇപ്പം നമ്മൾ നമ്മുടെ അപ്പൻ്റെ കൂടെ നമ്മൾ യാത്ര ചെയ്യുകയാണെങ്കിൽ, നമ്മൾ അപ്പൻ്റെ കയ്യിൽ പിടിച്ചാൽ, നമ്മൾ സെക്കൻഡ് ഷോ സിനിമ കഴിഞ്ഞൊക്കെ പണ്ടൊക്കെ ഞങ്ങൾ സെക്കൻഡ് ഷോ സിനിമയ്ക്കൊക്കെ പോകുമ്പോൾ ചെറുപ്പത്തിൽ അച്ഛൻ്റെ കൈ പിടിച്ച് ഞാൻ നടക്കും. എന്നാൽ ആ സമയത്ത് നമുക്ക് രാത്രിയൊക്കെ അതിലൊറ്റ പോകാൻ പേടിയാണെങ്കിലും അച്ഛൻ്റെ കൈ പിടിച്ചാൽ ഭയങ്കര ധൈര്യമാണ്. അങ്ങോട്ട് നോക്കും, ഇങ്ങോട്ട് നോക്കും, ആ കാട്ടിലോട്ട് നോക്കും, ആ ഇരുട്ടത്തേക്ക് നോക്കും, ഒരു പേടിയില്ല. കാരണം ഉറപ്പാണ്, ധൈര്യമാണ്. എന്നാൽ പറഞ്ഞ പോലെ നിങ്ങൾ യേശുവിനോട് ചേർന്ന് നിൽക്കുകയാണോ, യേശുവിൻ്റെ കാര്യത്തിൽ പിടിച്ചിരിക്കുകയാണോ, നിങ്ങൾ ഭാരപ്പെടണ്ട, ഭയപ്പെടണ്ട. നിങ്ങൾ ആദ്യം ദൈവത്തോട് അടുത്തിയലിവൻ, എന്നിട്ട് പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ, അവൻ നിങ്ങളെ വിട്ടോടിപ്പോകും. നിങ്ങളെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കർത്താവേ, എന്നെ കേൾക്കുന്ന ഏതെങ്കിലും വ്യക്തികൾ ഇതേപോലെ അനുഭവത്തിൽ, ഭവനത്തിനകത്ത് രാത്രിയാകുമ്പോൾ കഴുത്തിൽ ഞെക്കിപ്പിടിക്കുന്ന അനുഭവങ്ങൾ, നെഞ്ചത്ത് കയറിയിരിക്കുന്ന അനുഭവങ്ങൾ, മുറിയുടെ അകത്ത് ശബ്ദകോലാഹലങ്ങൾ ഉണ്ടാക്കുന്ന അനുഭവങ്ങൾ, വിവിധ തരത്തിലുള്ള ഉപദ്രവങ്ങൾ, പാത്രങ്ങൾ മറിഞ്ഞു വീഴുന്ന അനുഭവങ്ങൾ, തന്നെ ലൈറ്റ് ഓൺ ആവുന്ന അനുഭവങ്ങൾ, കർത്താവെ, വിവിധ ഭവനങ്ങളിൽ ഇങ്ങനത്തെ പ്രതികൂല പ്രയാസങ്ങളുണ്ട്. എന്നാൽ യേശുവിൻ്റെ നാമത്തിൽ, പരിശുദ്ധ ദൈവമേ, ഞാൻ പ്രാർത്ഥിക്കുന്നു, യേശു കർത്താവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അങ്ങനെയുള്ള ഭവനങ്ങളിൽ നിന്ന് ദുർബോധ ശക്തികൾ ഇറങ്ങിപ്പെട്ടെന്ന് കൽപ്പിക്കുന്നു. കർത്താവെ, എന്നെ കേൾക്കുന്ന വ്യക്തികൾക്ക് ഇങ്ങനെ അനുഭവമുണ്ടെങ്കിൽ അവരും കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ കരമുയർത്തുവാൻ റെഡിയാകട്ടെ. അവരുടെ കരത്തിലൂടെ പരിശുദ്ധാത്മാവെ അവിടെ ഇറങ്ങി പ്രവർത്തിക്കണമേ, അവരെ ശക്തീകരിക്കണമേ, വചനത്താൽ ഉറപ്പിക്കണമേ. പിശാചിൻ്റെ തന്ത്രങ്ങളെ അവർ തിരിച്ചറിയട്ടെ കർത്താവെ. അവരും ആയിരങ്ങളെ പതിനായിരങ്ങളെ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കട്ടെ. ഈ സത്യസുവിശേഷം അവരുടെ നാവിലൂടെ പ്രസംഗിക്കപ്പെടേണ്ടതിന് പിശാച് കർത്താവെ തടഞ്ഞു വച്ചിരിക്കുന്ന അവരുടെ ഉയർച്ചകളെ, അവരുടെ ജോലിയുടെ ഉയർച്ചകളെ, അവരുടെ ഭൗതിക നന്മകളെ, കർത്താവെ, അവരുടെ കല്യാണങ്ങളെ, അവരുടെ സാമ്പത്തിക വഴികളെ തടഞ്ഞു വെച്ച തടസ്സങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇട്ടിച്ച് മാറ്റുന്നു, റിലീസ് ചെയ്ത് കർത്താവ് സന്തോഷം സമാധാനം അവരെ ഈ എന്നെ കേൾക്കുന്ന കുടുംബങ്ങളിലുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. സ്വർഗ്ഗ നല്ല പിതാവേ,
പ്രാർത്ഥന സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേ 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 ആമേ.